വിഴിഞ്ഞത്തിന്റെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിന്റെ മഹാകവാടം തുറക്കലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണിത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായി മാറുകയാണെന്നും ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാവുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിന്റെ മഹാകവാടം തുറക്കലാണ്. ഇന്ത്യയെ സാർവദേശീയ മാരിടൈം വ്യാപാര ലോജിസ്റ്റിക്സ് ഭൂപട ശൃംഖലയിൽ കണ്ണുചേർക്കുന്ന മഹാസംരംഭം. ചരിത്രത്തിൻ്റെ വിസ്മൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ചു സാർവദേശീയ തുറമുഖമാക്കി മാറ്റിയത് കേരളത്തിലെ LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്, നിശ്ചയദാർഢ്യമാണ്. ഒരുപാട് സവിശേഷതകളുണ്ട്. ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നത്. ചെലവിൻ്റെ പ്രകൃതിക്ഷോഭങ്ങളെയും പ്രതിഷേധങ്ങളെയും അതിജീവിച്ചാണ് തുറമുഖം യാഥാർത്ഥ്യമായതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ ഇച്ഛാശക്തിയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാൻ കാരണമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിന്റെ ചരിത്രയേടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ചരിത്ര നിമിഷത്തിന് വിഴിഞ്ഞം സാക്ഷ്യം വഹിക്കുന്നു. ലോകം പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കേരളത്തെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ, ലക്ഷ്യത്തിൽ, വ്യാപ്തിയിൽ ഈ തുറമുഖം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ്. നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊടുത്ത് എല്ലാം സാധ്യമാകും, നത്തിങ് ഇമ്പോസിബിൾ എന്ന നെപ്പോളിയന്റെ ഏതാണ്ട് വാക്യം അർത്ഥപൂർണമാക്കുന്ന രൂപത്തിലാണ് ഈ പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അതിന്റെ അമരക്കാരനായ മുഖ്യമന്ത്രി